ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ പ്രീമിയർ ലീഗിൻ്റെ പുതിയ അപ്ഡേറ്റ്സ് ആയിട്ട് ടിംപിൾ ഭാസ്കർ വരിക. അപ്പോൾ നമ്മുടെ അലസമായ പ്രീമിയർ ലീഗ് ഇല്ലാത്ത വീക്കെൻഡ്സൊക്കെ മാറ്റാനായിട്ട് നമ്മൾ ഓഗസ്റ്റ് 16 പ്രീമിയർ ലീഗ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം. 2024-25 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഓഗസ്റ്റ് 16, 17, 18, 19 വരെ നമുക്ക് മാച്ച് ഉണ്ട്. അപ്പോൾ 16 സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ യുണൈറ്റഡും ഫുൾഹാമായിട്ടുള്ള മാച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതൊരു വിധം നല്ല രസം തന്നെയായിരിക്കും കാണാനായിട്ട്. ഇപ്പോൾ യുണൈറ്റഡിനാണെങ്കിൽ തന്നെ തിരിച്ചു വരേണ്ട ഒരു ആവശ്യമുണ്ട്. ആൻഡ് 18, 17, 19 ഞാൻ നെക്സ്റ്റ് എപ്പിസോഡിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. 17 ഒരുപാട് 6 മാച്ച് ഉണ്ട്. ആൻഡ് സൺഡേ 18 2 മാച്ചും മൺഡേ 1 മാച്ചാണുള്ളത്. അപ്പോൾ അത് ഞാൻ പിന്നത്തെ എപ്പിസോഡിൽ എന്തായാലും അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ആൻഡ് പിന്നെ വേറൊരു കാര്യം, ഞാൻ ചെറുപ്പം തൊട്ടേ കേൾക്കുന്നൊരു കാര്യമാണ്. അതായത് സ്വതവേ ഫുട്ബോൾ മാച്ച് ഇത്രയും ഭ്രാന്ത് പിടിച്ച് കാണുക എന്നുള്ളതൊരു പണ്ടുതൊട്ട് ഞാൻ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ കേൾക്കുന്നുണ്ടായിരുന്നൊരു കാര്യമാണ്. എസ്പെഷ്യലി വിമല കോളേജിലൊക്കെ ഡിഗ്രി ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ആ പിള്ളേർക്ക് ചോദിക്കും, മീൻസ് എന്താ പറയുക, ഫ്രണ്ട്സൊക്കെ ചോദിക്കും ഇങ്ങനെ ഇത്രയും ക്രേസാണോ ഫുട്ബോൾ മാച്ചിൻ്റെ അടുത്ത്, അല്ലെങ്കിൽ എന്താ പറയുക. ഞാൻ ചില സമയത്ത് ഞാൻ മാച്ച്, അതായത് ചാമ്പ്യൻസ് ലീഗ് കണ്ടിട്ട് 3:30 രാത്രി പുലർച്ചെ 3:30 കിടന്നുറങ്ങിയിട്ട് ഞാൻ പിന്നെ പിറ്റേ ദിവസം എക്സാമിന് പോയിട്ടുള്ള ദിവസങ്ങളുണ്ടായിട്ടുണ്ട്. എന്നിട്ട് എൻ്റെ അനിയൻ പോലും എഞ്ചിനീയറിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ മാച്ചൊക്കെ കണ്ടിട്ട് പിറ്റേ ദിവസം എക്സാമിന് പോകുന്ന ടീമുകളാണ് ഞങ്ങൾ ആക്ച്വലി. പിന്നെ ഞാൻ കുറച്ച് നാൾ മുന്നേ ശ്രീകണ്ഠൻ നായരുടെ ഒരു കോടി ഷോ എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ചെയ്തിരുന്നു. അപ്പോൾ അതിലും ഈ പറഞ്ഞതുപോലെ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, രാത്രിയൊക്കെ നിങ്ങൾ ഓളിയും ബഹളമൊക്കെ കാരണം നാട്ടുകാർക്കൊക്കെ ഭയങ്കര പക്ഷെ അങ്ങനെ പറയാൻ പറ്റില്ല കേട്ടോ. ബിക്കോസ് ഞങ്ങളുടെ നാട്ടിലും കുറച്ച് ആൾക്കാരൊക്കെ മാച്ച് രാത്രിയൊക്കെ ഇരുന്ന് കാണുന്നവരുണ്ട്. അപ്പോൾ പിറ്റേ ദിവസം അച്ഛൻ്റെ അടുത്ത് അങ്ങനെ ചോദിക്കുന്ന കേൾക്കാം, എങ്ങനെയുണ്ടായിരുന്നു ഇന്നലത്തെ മാച്ച് എന്നൊക്കെ ചോദിക്കണേക്കാം. അപ്പോൾ ഞാനും അനിയനൊക്കെ അത് കണ്ടാണ് പറഞ്ഞത്. പിന്നെ മെയിനായിട്ടൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചോദിക്കുന്നൊരു മെയിൻ കാര്യം, എങ്ങനെയാണ് ഫുട്ബോൾ മാച്ച് സ്റ്റാർട്ട് ചെയ്യും. ഞാൻ 4th സ്റ്റാൻഡേർഡ് ഇട്ടിട്ട് ഞാൻ മാച്ച് കാണാൻ തുടങ്ങിയിട്ടുണ്ട് ആക്ച്വലി. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എങ്ങനെയാണ് ഞാൻ മാച്ച് കാണാൻ തുടങ്ങിയത്. അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു റീസൺ ഉണ്ടാവുമല്ലോ. അപ്പം മാച്ച് കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത് ഇത്രയും എന്താ പറയുക, ഒരു ക്ലബ്ബ് അല്ലെങ്കിൽ ഒരു ഇതിനോട് നമുക്കൊരു അത്രയും ക്രേസ് വരണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും റീസൺ വേണം. അപ്പോൾ